മൗലിക അവകാശങ്ങളും മാർഗനിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണെന്നാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ്, മൗലിക അവകാശങ്ങൾക്ക് വേണ്ടി ഒരു ഇന്ത്യൻ പൗരന് കോടതിയെ സമീപിക്കാൻ കഴിയും. എന്നാൽ ഒരു നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ ഒരു പൗരന് കോടതിയെ സമീപിക്കാൻ കഴിയില്ല. മൗലിക അവകാശങ്ങൾ ന്യായീകരിക്കാനാകുന്നതാണ്, എന്നാൽ മാർഗനിർദ്ദേശ തത്വങ്ങൾ ന്യായീകരിക്കാനാകാത്തതാണ്. ഭരണഘടനയുടെ 3-ാമത്തെ ഭാഗത്തിൽ ഉൾപ്പെടുന്നു. മാർഗനിർദ്ദേശം 4-ാമത്തെ ഭാഗത്തിൽ ഉൾപ്പെടുന്നു. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുന്നു. ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ ഉൾപ്പെടുന്നു. ഒരു ഇന്ത്യൻ പൗരന് അടിസ്ഥാനപരമായി ഭരണഘടന അനുവദിക്കുന്ന അവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ. ഗവൺമെൻറ്റുകൾ നൽകുന്ന നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. രാഷ്ട്രീയ ജനാധിപത്യം ഇന്ത്യ നടപ്പിലാക്കുന്നത് മൗലിക അവകാശങ്ങളിലൂടെയാണ്. സാമ്പത്തിക സാമൂഹ്യ ജനാധിപത്യം ഉറപ്പാക്കുന്നത് മാർഗനിർദ്ദേശക തത്വത്തിലൂടെയാണ്. ഓരോ പൗരൻ്റെയും ക്ഷേമം മൗലിക അവകാശങ്ങളോടെ പ്രോത്സാഹിപ്പിക്കപ്പെടുമ്പോൾ സമൂഹത്തിൻ്റെ ക്ഷേമം പ്രോത്സാഹിക്കപ്പെടുന്നതാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. നിയമപ്രകാരം മൗലിക അവകാശ ലംഘനം ശിക്ഷാർഹമാണ്. എന്നാൽ ഇത് മാർഗനിർദ്ദേശക തത്വം ലംഘനം ശിക്ഷാർഹമല്ല. നിയമലംഘനമുണ്ടെങ്കിൽ അവ നിയമപരമായി നടപ്പാക്കാമെന്നതിനാൽ മൗലിക അവകാശങ്ങൾ ന്യായമാണ്. എന്നാൽ ന്യായീകരിക്കാനാവാത്തതാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. മൗലിക അവകാശങ്ങൾ ലംഘിക്കുന്ന ഒരു നിയമമുണ്ടെങ്കിൽ കോടതികൾക്ക് അത് അസാധുവായതും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് പ്രഖ്യാപിക്കാൻ കഴിയും. പക്ഷേ മാർഗനിർദ്ദേശക തത്വങ്ങൾ ലംഘിക്കുകയാണെങ്കിൽ അവിടെ കോടതികൾക്ക് ഒന്നും പ്രഖ്യാപിക്കാൻ അധികാരമില്ല. മൗലിക അവകാശങ്ങൾ ചിലപ്പോൾ സംസ്ഥാനത്തിന്മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു തരം നിയന്ത്രണങ്ങളായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ ചില പ്രത്യേക ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് സർക്കാരിനെ സഹായിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. ദേശീയ അടിയന്തരാവസ്ഥയിൽ മൗലിക അവകാശങ്ങൾ താൽക്കാലികമായി നിർത്തലാക്കാം. അതായത് ആർട്ടിക്കിൾ 20, 21 പ്രകാരം നിർത്തലാക്കാൻ സാധിക്കില്ല. പക്ഷേ മൗലിക അവകാശങ്ങൾ ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത് താൽക്കാലികമായി നിർത്തലാക്കാം. എന്നാൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ താൽക്കാലികമായി നിർത്തലാക്കാൻ സാധിക്കില്ല. അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്നാണ് കടം കൊണ്ട ഭരണഘടനാ ഭാഗമാണ് മൗലിക അവകാശങ്ങൾ. മാർഗനിർദ്ദേശങ്ങൾ കടം കൊണ്ടിരിക്കുന്നത് അയർലാൻഡിൽ നിന്നാണ്.